ലാസ്റ്റ് ടൈം തൃശ്ശൂർ വെച്ച് നടന്ന റോയൽ എൻഫീൽഡ് ട്രാക്ക് സ്കൂളിൽ വെച്ച് നമ്മുടെ PRN മോട്ടോർ സ്പോർട്സിലെ പ്രണവ് ബ്രോ പറഞ്ഞു കോയമ്പത്തൂരേക്ക് വാ ബ്രോ നമുക്ക് പെരിയ ട്രാക്കിൽ ഓടിക്കാമെന്ന്. സോ ഗൈസ് ഹിയർ വി ആർ അറ്റ് ദ പെരിയ ട്രാക്ക് കോയമ്പത്തൂർ കോസ്റ്റ് ഹൈ പെർഫോമൻസ് സെന്റർ. ഓൾറെഡി തൃശ്ശൂർ നടന്ന GT എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു വന്നൊരു വീഡിയോയിൽ. അത് തന്നെ എന്ത് രസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കോയമ്പത്തൂർ നിന്ന് ഇത്രയും വലിയൊരു ട്രാക്കിൽ GT 650 മെഷീൻ ഓടിക്കുന്നതിനെ പറ്റിയിട്ട് സൂപ്പർ ഫൺ. 2 days ഇവൻ്റ് ആയിരുന്നു. Day 1 ആൻഡ് Day 2, അതായത് ലെവൽ 1 ലെവൽ 2 എന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ലെവൽ 1 ആൻഡ് ലെവൽ 2 സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഫസ്റ്റ് ഡേയിൽ നമുക്ക് ബേസിക്സ്, അതായത് എങ്ങനെ ഒരു വണ്ടിയിൽ ഇരിക്കണം, എങ്ങനെ ആയിരിക്കണം നമ്മുടെ ബോഡി പൊസിഷൻ ആയിരിക്കുന്ന സമയത്ത്, എങ്ങനെ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ എങ്ങനെ ആയിരിക്കണം, കാലെങ്ങനെ ആയിരിക്കണം, ആക്സിലേറ്റ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ ആയിരിക്കണം, നമ്മൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളായിരുന്നു. പിന്നീട് നമ്മളെ ഒരു അതുപോലെ തന്നെ ട്രാക്കിൻ്റെ ഇത് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതായത് ഫ്ലാഗുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫ്ലാഗുകളോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ട്രാക്കിൽ ഓരോ കോർണേഴ്സിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് ഒക്കെ ഉള്ളത്. പിന്നെ ഒരു കംപ്ലീറ്റ് ട്രാക്ക് വോക്ക് നടത്തി അതിന് ശേഷമാണ് നമ്മൾ ഫുൾ സൂട്ടപ്പ് ചെയ്തിട്ട് വണ്ടിയുമായിട്ട് ട്രാക്കിലേക്ക് ഇറങ്ങിയത്. സോ ഓരോ സെഷൻസും അങ്ങനെയാണ്. നമുക്ക് ആദ്യം ഒരു തിയറി ക്ലാസ് അവർ പറഞ്ഞു തരും, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ റൈഡിങ് സെഷൻസിലേക്ക് കൊണ്ടുപോകും. അത് അവർ ക്ലോസ് വാച്ച് ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തർക്ക് 1-to-1 ഇൻസ്ട്രക്ഷൻസ് തരും. അതായത് ഓരോ ആളുകളും പല തെറ്റുകുറ്റങ്ങളായിരിക്കും ഓരോ പ്രാവശ്യം കാണിക്കുന്നത്. അപ്പോൾ അതവർ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് നമ്മുടെ തെറ്റെന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞു തരും. അത് തന്നെയാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. കാരണം ഒരു കൂട്ടമായിട്ട് നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല നമ്മളെന്താണ് തെറ്റായിട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് റോങ് ആയിട്ട് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. സോ നെക്സ്റ്റ് ടൈം നമുക്ക് ഓടിക്കുന്ന സമയത്ത് അത് നമുക്ക് പരിഹരിച്ച് ഓടിക്കാനും സാധിക്കും. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താണ് ഈ 2 ദിവസം ഈ ഒരു ട്രാക്ക് സെഷൻസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡേയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഓടിക്കാൻ നിങ്ങളായിരിക്കില്ല. സെക്കൻഡ് ഡേ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോകുന്ന സമയത്തുള്ള നിങ്ങൾ നല്ല രീതിയിൽ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞിരിക്കും ഈ ഒരു 2 ദിവസത്തെ സെഷൻസ് കഴിയുമ്പോഴത്തേക്ക്. GT എക്സ്പീരിയൻസിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് ഈ പറയുന്നത് GT ട്രാക്ക് എന്ന് പറയുന്നത്. അതായത് ട്രാക്ക് റൈഡിങ് അല്ലെങ്കിൽ റേസിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ GT ട്രാക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് പ്രോപ്പർ ലെവൽ 1 and 2 സർട്ടിഫിക്കേഷൻസ് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് FMSCI ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും, നിങ്ങൾക്ക് ലൈസൻസ് നേടാനും സാധിക്കും. സോ അങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് അറ്റൻഡ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. പിന്നീട് Day 2 വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി Day 1 നന്നായിട്ട് ഓടിച്ച് ഒരു തഴക്കം വന്നു. അതിനെ കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിക്കാണ് Day 2 വരുന്നത്. അതുപോലെ തന്നെ ആദ്യം ചെറിയ ഗോക്കാ ട്രാക്കിലാണ് നമുക്ക് ഇത് തരുന്നത്. സ്ലോ സ്പീഡിൽ എങ്ങനെ വണ്ടിയെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ അവിടെ ബോഡി പൊസിഷൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. നമ്മൾ വലിയൊരു ട്രാക്കിൽ പോയി ഹയർ സ്പീഡ്സിൽ ഇത് ചെയ്ത് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. സോ ചെറിയ ട്രാക്കിൽ ആദ്യമേ ബേസിക്സ് പറഞ്ഞു തന്ന് നമ്മളത് കുറേ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അവർ വലിയ ട്രാക്കിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ വലിയ ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ രസം എന്ന് പറയുന്നത്. കാരണം വേറൊരു ലോകം തന്നെയാണ് വലിയ ട്രാക്ക് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി പുഷ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നതും നമ്മൾ നടത്തുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതും വലിയ ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ്. അതായത് വണ്ടി കുറേ കൂടെ ഹയർ സ്പീഡ്സിലായിരിക്കും, നമുക്ക് കുറേ കൂടെ ബെറ്റർ ആയിട്ട് വണ്ടിയിൽ നിന്ന് ഹാങ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡി പൊസിഷൻ പ്രോപ്പറായിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വലിയ ട്രാക്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ആദ്യമേ എന്തുകൊണ്ട് അവിടെ ഓടിപ്പിക്കുന്നില്ല എന്നുള്ളത്. വന്നപ്പോൾ എനിക്കും തോന്നിയിരുന്നു നമുക്കത് അവിടെ ഓടിക്കുന്നതല്ലേ രസം, അതില്ലേ കുറച്ചുകൂടെ പഠിക്കാൻ നല്ല എന്നുള്ളത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അവിടെ പോയി എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ചെറിയ രീതിക്ക് നമ്മൾ തുടങ്ങും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോയമ്പത്തൂരെ ചൂട് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കംപ്ലീറ്റ് ഡേ ടൈമിലാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് സെഷൻ നടക്കുന്നത്. രാവിലെ ഒരു 8:30-9 മണി തൊട്ട് വൈകുന്നേരം ഒരു 5:30-6 മണിക്കുള്ളിൽ ആണ് സെഷൻസൊക്കെ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നത്. സോ നല്ല ചൂടത്താണ് നമ്മൾ ഈ സെഷൻസ് ചെയ്യുന്നത്. അതും ഈ ഒരു ഫുൾ ലെതർ സൂട്ടിനുള്ളിലായിരിക്കും നമ്മളൊരു 80% ടൈമും സ്പെൻഡ് ചെയ്യുന്നതും. സോ ചൂടെന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററലി നമ്മൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ചൂടുകളിൽ ഏറ്റവും വലിയ ചൂടായിരിക്കും. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുണിയില്ലാതെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടെ ഈ ചൂടത്ത് നടക്കാൻ പറ്റും. അതുപോലെ ചൂട് സഹിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രെയിൻ ആവും, നമ്മൾ എക്സോസ്റ്റ് ആവും. സോ അതൊക്കെ മാനേജ് ചെയ്യാനും മാക്സിമം എൻഡ്യൂർ ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സുകളിൽ പഠിക്കാൻ സാധിക്കും. ട്രാക്ക് റൈഡിങ്ങിൻ്റെ ഒരു വശം അതാണ്. നമുക്കെല്ലാം ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്ത് രസമായിട്ടാണ് അവർ ചെയ്യുന്നത്, എന്ത് സിമ്പിളായിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു സിമ്പിൾ എന്നുള്ള വേർഡ് നിങ്ങൾ എന്തെങ്കിലും ഈ റേസിങ്സ് കാണുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കൽ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ മാറി കിട്ടും. കാരണം ഈ കാണുന്ന പോലെ അല്ല നമ്മളതിലിറങ്ങി ഇത്
പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്തേക്ക്. അതും ഇൻ്റർസെപ്റ്റർ 650 പോലെയുള്ള ഹെവി ആൻഡ് പവർഫുൾ മെഷീനൊക്കെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ ലെവൽസ് അതുപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കൂൾ ഓഫ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒന്നിനും അവരിങ്ങനെ സ്ട്രിക്റ്റായിട്ട് അങ്ങനെ ഈ ഒരു പോക്കല്ല. നിങ്ങൾക്ക് കുറച്ച് സമയം അധികം റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും അവർ സമ്മതിക്കും. അതിനനുസരിച്ച് അവർ ഫ്ലെക്സിബിളായിട്ട് നമ്മളെ ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ അതൊക്കെ കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരിക്കലും നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് അപ്പായിട്ട് പോകുന്നൊരു സിറ്റുവേഷനില്ല. കംപ്ലീറ്റ് കൂളായിട്ട് മാത്രം നമ്മൾ ട്രാക്കിൽ ഇറങ്ങാവൂ എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ ചെയ്യുന്നതായതുകൊണ്ട് അതും വളരെ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ദിവസം നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നു തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും ഈ സ്പെൻഡ് ചെയ്യുന്ന മണിയൊക്കെ തന്നെ ടോട്ടൽ വെർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇത്രയും പൈസയൊക്കെ വെറുതെ 2 ദിവസം വണ്ടി ഓടിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രാന്താണെന്ന് തന്നെ ആയിരിക്കും ആൾക്കാർ പറയുന്നത്. പക്ഷേ മോട്ടോർ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും, ഇതിൻ്റെ വാല്യൂ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതും കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് റേസിങ്ങിലേക്ക് ഇറങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ട്രാക്ക് റൈഡിങ് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം, നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ട്രാക്ക് സ്കൂൾ ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പല ലെവൽ ഓഫ് ട്രെയിനിങ്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഈവൻ 10,000 റുപ്പീസിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, ഇതിലേക്ക് അധികം പൈസ ഇടാൻ വേണോ വേണ്ടയോ എന്നെങ്കിലും ആലോചിക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരെ ഇവരുടെ അടുത്തുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ ഓടിക്കാൻ കിട്ടുന്ന ബൈക്ക് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ GT-R 650 സീരീസ് ആണ്. അതായത് നമ്മുടെ നോർമൽ റോഡ് ഗോയിങ് GT സീരീസിനെ അവർ റേസ് സ്പെക്കിലേക്ക് മാറ്റിയ അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് സ്പെക്കിലേക്ക് മാറ്റിയ വാഹനമാണ്. ഇത് GT-R എന്നാണ് ഇതിനെ ഒഫീഷ്യലായിട്ട് നമ്മളിവിടെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഇത് ട്രാക്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഓടിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് JK ടയേഴ്സിൻ്റെ ട്രാക്ക് റെഡി അല്ലെ റേസ് ടയേഴ്സാണ്. അതായത് നമ്മുടെ നോർമൽ ടയേഴ്സിനേക്കാളും ഒരുപാട് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടയറാണ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര കിടത്തി എന്ന് പറഞ്ഞാലും ഈ ടയർ സ്ലിപ്പ് ഓഫ് ആയിട്ട് പോകും എന്നുള്ളൊരു പേടി നമുക്കിവിടെ ഫീൽ ചെയ്യില്ല. അതായത് അമേച്ചേഴ്സ്, നമ്മളെപ്പോലുള്ള അമേച്ചേഴ്സ് ഓടിക്കുമ്പോഴാണെങ്കിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് കാണിക്കും. ആ മിസ്റ്റേക്സ് ഒക്കെ തന്നെ കവറപ്പ് ചെയ്യുന്നത് ഈ ടയേഴ്സാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ക്രാഷ് നടന്നേനെ. സോ നല്ല കിഡിലൻ സെറ്റ് ഓഫ് ടയേഴ്സാണ് ഒന്നാമതെ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം, നമുക്കിത് നോർമൽ മാർക്കറ്റിൽ വാങ്ങിയാൽ കിട്ടുന്നതല്ല, സ്പെഷ്യലി ബിൽഡ് ഫോർ ദിസ് GT-R 650 എന്നാണ് പറയുന്നത്. പിന്നീട് തന്നെയാണ് നമ്മുടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റേസ് ടൂണ്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് ഫോർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ GT-ൽ നമുക്കിത് കാണാൻ സാധിക്കില്ല, പക്ഷേ ഈ ഒരു ട്രാക്ക് വെർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ അഡ്ജസ്റ്റബിലിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് വരുന്നുണ്ട്. പിന്നെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എക്സോസ്റ്റ് മാറ്റിയിട്ട് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ്, ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ നെക്സ്റ്റ് ലെവലാണ്. അത് ഞങ്ങൾക്കിപ്പോൾ കേൾപ്പിച്ച് തരാം. പുറകിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ടെയിൽ സെക്ഷനും ഇവിടം കൊണ്ടങ്ങ് ഷോർട്ട് ആക്കുകയാണ്. സോ നമുക്കിത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രോപ്പർ കഫേ റേസർ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അത്രയാണ് ഇതിൽ വന്നിരിക്കുന്ന ബേസിക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് എഞ്ചിനിൽ ട്യൂണിങ്ങിലോ അല്ലെന്നുണ്ടെങ്കിൽ പെർഫോമൻസിലോ ഒന്നും തന്നെ വലിയ ഹൈക്ക് വന്നിട്ടില്ല. പിന്നീട് നമുക്ക് എയർ ഫിൽറ്റർ BMCയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മോട്ടോറിൻ്റെ എഞ്ചിൻ ഓയിൽസും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയെ പറ്റുള്ളത്. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് റൈറ്റ് ഓഫ് ഓടിക്കാൻ കിട്ടുന്നത് ഇത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള മെഷീൻ തന്നെയാണ്. സോ അതാണ് ഈ ഒരു ഇവൻറ്റിൽ എനിക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്ത മറ്റൊരു കാര്യം. കാരണം നോർമൽ നമ്മൾ ട്രാക്ക് ഇവൻറ്റ്സിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി പുറത്തുനിന്ന് റെൻറ്റിന് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ കാണുന്ന പോലത്തെ ഉള്ള ഗിയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ റെൻ്റ് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തലവേദനകളുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ട്രാക്ക് സ്കൂളാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഡബിൾ ഡീറിങ് ഹെൽമെറ്റുമായിട്ട് വന്നാൽ മാത്രം മതി. ബാക്കി എല്ലാ സേഫ്റ്റി ഗിയേഴ്സും ബൈക്കും ഫ്യൂവലും ഇതിന് വേണ്ട ടെക്നിക്കൽ അസിസ്റ്റൻസും എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. ഓണാക്കുന്നത് ഭയങ്കര രസമാണ്. കീ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ വേറൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓണാവും. അതുപോലെ മറ്റേതായിട്ടാണ് നമ്മുടെ പേടി. അതായത് ഇപ്പം നമ്മൾ നമ്മുടെ ബൈക്കും കൊണ്ട് വരുമോ അല്ലെന്നുണ്ടെങ്കിൽ റെൻ്റ് എടുത്തൊരു ബൈക്കും കൊണ്ട് വരുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസസ് നമ്മൾ ചെയ്യേണ്ടി വരും, അല്ലെ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു പേടി നമുക്ക് സാധാരണ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ബൈക്കുകൾ മറിച്ചിടുക, ഈ ജാക്കറ്റ് കൊണ്ട് നിങ്ങൾ വീണു, ഇത് ഒരഞ്ഞു കീറി, ഇതിലൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല. ഇതിൽ നിന്നും ഒരു 5 പൈസ പോലും അവർ നമ്മുടെ നിന്ന് വാങ്ങിക്കാനും പോകുന്നില്ല. അത് നമ്മൾ ഈ റേസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. സോ നമുക്ക്
ടെൻഷൻ ഇല്ലാണ്ട് ട്രാക്കിൽ ഇവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു പേടി കാണും, താഴെ വീഴുമോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. എപ്പോഴും നമ്മൾ ആ ഒരു ലിമിറ്റേഷനുള്ളിൽ നിന്ന് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ആദ്യമേ ഇവർ നമ്മളെ ക്ലീനായിട്ട് മനസ്സിലാക്കി തരും, നിങ്ങൾക്ക് ഇത് വീണ് കഴിഞ്ഞാൽ അവർ ടേക്ക് കെയർ ചെയ്തോളും. ഈവൻ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ആംബുലൻസും ഡോക്ടേഴ്സും നഴ്സും ഒക്കെ തന്നെ റെഡിയാണ്. സോ അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ലാണ്ട് മൈൻഡ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. പിന്നീട് ഈ ഒരു ട്രാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് പറയാനുണ്ട്. കാരണം ഇത് F2 ഗ്രേഡ് ട്രാക്കാണ്, ഒരു ബ്രാൻഡ് ന്യൂ ട്രാക്കാണ്, വളരെ കിഡിലനായിട്ട് ലേഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രാക്കാണ്. ഓൾമോസ്റ്റ് ഒരു 6 ടൈപ്പ് ലൂപ്പ് നമുക്ക് ഈ ഒരു ട്രാക്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കിവിടെ ഒരു ചെറിയ ഗോക്കാ ട്രാക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലിയൊരു ട്രാക്ക് ഉണ്ട്, അത് കഴിഞ്ഞൊരു പ്രോപ്പർ F2 ഗ്രേഡ് ട്രാക്കും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബൈക്ക് മാത്രമല്ല മറ്റ് മോട്ടോർ സ്പോർട്സുകൾ ഓട്ടോ ഇവിടെ നടത്താനായിട്ടുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു പുതിയ അടിപൊളി ട്രാക്കാണ്. അപ്പം ഇതുപോലുള്ളൊരു ട്രാക്കിൽ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ട്രാക്കുകൾ വളരെ കുറവാണ്. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല എക്യുപ്ഡ് ആയിട്ടുള്ള നല്ല ലേഔട്ടഡ് ആയിട്ടുള്ള ഒരു ട്രാക്ക് എന്ന് പറയുന്നതും വളരെ വിരളമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പുതിയ ട്രാക്കിൽ തന്നെ നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഞാൻ വലിയൊരു കാര്യമായിട്ട് തന്നെ കാണുന്നതാണ്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ ചെറിയ ട്രാക്കിൽ ഓടിച്ചു, അതായത് തൃശ്ശൂരേക്കാളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വലിയൊരു ഗോക്കാ ട്രാക്കാണിത്. എന്നിട്ട് കൂടിയും GT650 പോലുള്ള ഇത്രയും വലിയൊരു മെഷീൻ ഓടിക്കുമ്പം അതിനെ നമുക്ക് ആ ചെറിയ ടൈറ്റ് കോർണേഴ്സിലൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമൊക്കെ തന്നെ നമുക്ക് ഇവർ പറഞ്ഞു തരുന്ന ബോഡി പൊസിഷനിങ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ചെറിയ ട്രാക്കിൽ ചെറിയ സ്പീഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിരുന്നു എനിക്ക് ആക്ച്വലി. പക്ഷേ അവർ ഓരോ സെഷൻ കഴിയുമ്പോഴും നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ബെറ്ററായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് ഓടിച്ച് ബെറ്ററായിട്ട് ചെയ്യുന്നു കണ്ടപ്പോൾ നമ്മളെ ഈ ഒരു ഏറ്റവും വലിയ ട്രാക്കിൽ ഇറക്കി. അതായിരുന്നു ഈ ഒരു ഇവൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം അടിപൊളിയാണ് ആ ഒരു വലിയ ട്രാക്കിൽ ഓടിക്കാൻ. കാരണം ഈ ചെറിയ ട്രാക്കിൽ നമ്മൾ വലിയ ട്രാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ വീതി കിട്ടുന്നുണ്ട്. അവിടെ തന്നെ കുറച്ചുകൂടെ സ്പീഡ് ക്യാരി ഓവർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ഈ പറയുന്ന ബോഡി പോസ്റ്റിംഗ് ആണെങ്കിലും ബ്രേക്കിംഗ് ആണെങ്കിലും ആക്സിലറേറ്റിംഗ് ആണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഈ ഒരു വലിയ ട്രാക്കിൽ ഓടിച്ചപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലോങ് സ്ട്രെച്ച് ഉണ്ട്. നമുക്ക് വണ്ടിയുടെ എല്ലാ ഗിയേഴ്സും വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ത്രോട്ടിൽ ഇട്ട് നോക്കാം. അതുപോലെ തന്നെ വളരെ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. വളരെ ലീനിങ്സ്, നമ്മുടെ മാക്സിമം ബോഡി പൊസിഷനിങ് പ്രോപ്പറാക്കി നമുക്ക് വണ്ടിയിൽ നിന്ന് ഹാങ് ഔട്ട് ചെയ്ത് കിടന്ന് ഓടിക്കാനൊക്കെ പറ്റുന്ന അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം ഓടിക്കുമ്പോൾ പ്രോപ്പറായിരിക്കില്ല, അതവർ നമ്മളെ ക്ലോസ് വാച്ചും പിന്നെയും പറഞ്ഞു തരും എന്താണ് ഇമ്പ്രൂവ് ആക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഓടിക്കുമ്പോഴത്തേക്ക് ഫൈനലാകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് വന്ന സ്റ്റേജിൽ നിന്ന് നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് മാറാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ടീം ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. അത് നമ്മൾ തൃശ്ശൂർ പോയപ്പോഴും അതുപോലെ തന്നെയാണ്, ഇവിടെ കോയമ്പത്തൂർ വന്നപ്പോഴും അതുപോലെ തന്നെയാണ്. ഇവർ ഭയങ്കര ഒരു ഫ്രണ്ട്ലി മാനറിലാണ് നമ്മളോട് ഇടപെടുന്നതും പെരുമാറുന്നതും ഒക്കെ. അപ്പം നമുക്ക് ഇപ്പോൾ ഡൗട്ട്സ് ചോദിക്കാനാണെങ്കിൽ തന്നെ ആദ്യമൊക്കെ വരുമ്പോൾ നമുക്കൊരു മടി തോന്നി, ഇത്രയും പേരുടെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് ഡൗട്ട് ചോദിക്കുന്നത്, ഇവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പലരുടെ മനസ്സിലുണ്ടാകും. അപ്പം ഇവരതിന് മുമ്പ് തന്നെ നമ്മളെ ആദ്യം കംഫോർട്ട് ചെയ്യും, നല്ല രീതിക്ക് സില്ലി ആയിട്ടുള്ള ഒരു ഡൗട്ടും ഇല്ല, അതൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ ബാക്കി ടെക്നിക്കൽ ടീമാണെങ്കിലും ഇവരുടെ മാനേജ്മെൻറ്റ് ടീമാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നും. നമ്മുടെ ഒരു ടീമായിട്ട് തന്നെ ഇവരെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇവരുമായിട്ടുള്ള റിലേഷൻ ബെറ്റർ ആകുന്നുണ്ട്. നമ്മുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും നല്ല ഫ്രണ്ട്ലി ആൻഡ് ഹാപ്പി മൂടി പോകുന്നതായിരുന്നു. എൻ്റെ പേര് രാജേഷ്, ഞാൻ കോയമ്പത്തൂരാണ്. എൻ്റെ ശരിക്കുള്ള സ്ഥലം തൃശ്ശൂരാണ്, പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന ഇവിടെയാണ്. 53 വയസ്സായി. അപ്പോൾ ഈ പ്രായത്തിൽ ട്രാക്ക് ഓടിക്കാൻ പറ്റുമെന്നൊരു എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ PRN റേസിംഗ് ഇല്ലേ, അവർ തന്ന ചില ടിപ്സും പിന്നെ അവർ തന്ന ഗൈഡൻസും പിന്നെ മുന്നിൽ ഓടിക്കണ ഒരു ട്യൂട്ടർമാരി ഉണ്ടല്ലോ, അവരുടെ പിന്നിൽ നമ്മൾ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഏജ് ഒരു വിഷയമല്ല. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ബൈക്ക് എടുത്ത് ട്രാക്ക് ഓടിക്കാൻ പോവാ. ഹാഡ് എ ഗ്രേറ്റ് ടൈം. എനിക്കൊരു ചാനലുണ്ട് 49 ബൈക്കിംഗ് എന്ന് പറഞ്ഞിട്ട്, തമിഴ് ആൾക്കാരാണ് എന്നെ കൂടുതൽ ഫോളോ ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങളും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഡൺ. So my name is Suchitra. I'm from Bangalore, and me and my husband, we both race, and he has already raced last year. He participated last year. I'll be participating this year from Anisha's team as well. I like the track very much. It's very technical. You need to put a lot of effort. You need to flip a lot in this, but yeah, a little scary. Because I lost it a few places, but then I got over it the next lap. It was good. It was very nice. I love the big track more. Yeah, we learned over the small track as well as the big one.
So I had a very good experience. I learned so much. I made some mistakes which I could correct after I spoke to Anish about it, and he told me what mistakes I was making. Hope this helps me in my race going forward. நேம் பிரபாகரன் ப்ரோ, திருவண்ணாமலையிலேருந்து வரேன். கர்வ்ஸில் நம்மளோட பாடி லைன், அந்த நீ பொசிஷன், டேங்க்கில் லாக் பண்ணுறது, அது மாதிரி நல்லா கொஞ்சம் இன்னும் டேஸ் ஆக ஆக மைன்யூட்டாக இன்னும் நிறைய ஸ்கில்ஸை டெவலப் பண்ணணும். This is my first time riding in track, any track, and I opted for level 1 and level 2. So the experience was very informative and I learned a lot. ரோடில் பண்ணுற மிஸ்டேக்ஸ்க்கும் இங்கே என்ன மாதிரி ட்ராக்கில் வந்து என்ன மாதிரி பண்ணக்கூடாது, என்ன பண்ணணும் அப்படிங்கிறத வந்து ரொம்ப தெளிவாக சொல்லி கொடுத்தாங்க. ஸோ இன்னும் வந்து நான் நிறைய கற்றுக்கணும் அப்படிங்கிறத வந்து இன்னும் இங்கே நிறைய கற்றுக்க வேண்டியது இருக்குங்கிறத அவங்க சொல்லி கொடுத்ததுலேயே தெரியுது. So today's experience was very informative and learned a lot. അതുപോലെ എന്നോട് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടവർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ട്രാക്ക് ലൈസൻസ് വേണോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റേസൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് വേണമെന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും, അതായത് റേസിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും ട്രാക്ക് ലൈസൻസ് അപ്ലൈ ചെയ്യാനുള്ള സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുമാണ് മെയിനായിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് തന്നെ. അപ്പം ഇതൊന്നും ഇല്ലാത്ത, അതായത് നോർമൽ ഒരു ഗിയർഡ് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണ് നിങ്ങൾക്ക് ട്രാക്കിൽ ഇറങ്ങി വാഹനം ഓടിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സംഭവമാണിത്. അല്ലാണ്ട് അതിന് മുമ്പ് നിങ്ങൾക്ക് വലിയ മോട്ടോർ സൈക്കിൾ ഹിസ്റ്ററിയോ അല്ലെന്നുണ്ടെങ്കിൽ ലൈസൻസ് കാര്യങ്ങളൊന്നും തന്നെ വേണമെന്നില്ല. ഈവൻ 18 ഇയേഴ്സ് ആയിട്ടില്ലാത്തവർക്ക് പോലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഗാർഡിയൻസിൻ്റെ സമ്മതവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇറങ്ങി ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെയാണ് റോയൽ എൻഫീൽഡ് ട്രാക്ക് സ്കൂൾ GT ട്രാക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിലൊരു നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല റോയൽ എൻഫീൽഡിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അവരുടെ ട്രാക്ക് സ്കൂൾ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ PRN മോട്ടോർ സ്പോർട്സിൻ്റെ പേജിൽ പോയാലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്, അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും വരുന്ന റേസ് ഇവൻറ്റ്സ് എപ്പോഴൊക്കെയാണ് എവിടെയൊക്കെ വെച്ചാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെയും അതിൽ അപ്ഡേറ്റ് ചെയ്യും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷന് വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആലോചിക്കുക, ട്രാക്കിൽ ഇറങ്ങാൻ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക, എൻജോയ് ചെയ്യുക.